ആണെന്ന് മാത്രമേ വെക്കേണ്ടതുള്ളൂ എന്നാണ് ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരുടെ അഭിപ്രായം. ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്താണ് ഈ അഊദു? അതിനെ സംബന്ധിച്ചുകൂടി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിനെ സംബന്ധിച്ച് നാളെ ഞാൻ സംസാരം ആരംഭിക്കും. ഇന്ന് ഫാത്തിഹയുടെ തീരത്താണല്ലോ നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹയുടെ ഉള്ളറകളിലേക്ക് നാളെയാണ് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എന്തിനാണ് ഖുർആൻ ഓതുമ്പോൾ കാവൽ ചോദിക്കുന്നത്? ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ വചനമല്ലേ? അതെ, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രണങ്ങൾ കൊണ്ടുവരും. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ശൈത്താൻ അത് അപകടത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ശൈത്താൻ ഏത് നല്ല സ്ഥലത്തും ശൈത്താൻ അപകടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരും ഒന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കിയിട്ട് ഉറക്ക് വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉറക്ക് വരുന്നുണ്ടെങ്കിൽ ശൈത്താൻ വന്നിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വിളിച്ച് സഹായിച്ചേക്കണം. ശൈത്താൻ ഏത് നല്ല സ്ഥലത്തും ശൈത്താൻ അവന്റെ പ്രവർത്തനം നടത്തും. അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഖുർആൻ ഓതുന്ന സമയത്ത് പറയണം എന്ന് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചത്. ശൈത്താൻ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ്, നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ വരാതിരിക്കാനാണ്. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന ദിക്റാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ ഏത് കാവലും കൊടുക്കുന്നവൻ. അവനല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനുമില്ല എന്നത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ലേ? നമ്മൾ 1ാം ക്ലാസ് മുതലേ പഠിച്ചതിലെ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, എല്ലാ ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. അതുകൊണ്ട് എന്ത് വേണം? ഖൈറായത് കിട്ടാൻ അല്ലാഹുവിനോട് ചോദിക്കുക. ശർറിൽ നിന്ന് പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റജീമായ ശൈത്താനിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുകയാണ്, എന്തെല്ലാം ശർറുള്ള വസ്തുക്കളുണ്ടോ, എന്തെല്ലാം ശർറുള്ള ആശയങ്ങളുണ്ടോ, എന്തെല്ലാം നാശം പിടിച്ച പ്രസ്ഥാനങ്ങളുണ്ടോ, എന്തെല്ലാം ശർറുള്ള ആളുകളുണ്ടോ, അതിൽ നിന്നെല്ലാമാണ് ഞാൻ കാവൽ ചോദിക്കുന്നത് എന്ന ചിന്തയോടെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയേണ്ടത്. കാരണം ശൈത്താൻ അഊദു എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ കാക്കുന്നു എന്നാണ്. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണല്ലോ, പടച്ചവനെ കൊണ്ട് കാക്കുകയാണല്ലോ. അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു. മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്ന്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെല്ലാം നാശമുണ്ടാക്കുന്ന, പ്രശ്നം സൃഷ്ടിക്കുന്ന സൃഷ്ടികളുണ്ടോ അതൊക്കെ ശൈത്താൻ എന്ന പരിധിയിൽപ്പെടും. അതുകൊണ്ട് തന്നെ ശയാത്തീനിൽ ഇൻസി വൽ ജിന്നി യുഹീ ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യന്മാരിലും ശൈത്താന്മാരുണ്ട്, ജിന്നുകളെ കൂട്ടത്തിലും ശൈത്താന്മാരുണ്ട്. അവരെന്താ ചെയ്യുന്നത്? യുഹീ ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. ചതിയിൽ പെടുത്താൻ വേണ്ടി, വഞ്ചനയിൽ പെടുത്താൻ വേണ്ടി നല്ല വാചകങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ചതിയിൽപ്പെടുത്തുന്ന ധാരാളം ശൈത്താനുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട്, അതുപോലെ ജിന്നിന്റെ കൂട്ടത്തിലുമുണ്ട്. അപ്പൊ ഏതെല്ലാം ശൈത്താനുണ്ടോ, മനുഷ്യനെ ചതിക്കുന്ന, ചതിയിൽപ്പെടുത്തുന്ന എന്തെല്ലാം ശർറുള്ളതുണ്ടോ അതിൽ നിന്ന് മുഴുവനും കാവൽ ചോദിക്കുന്ന ദിക്റാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അബൂദർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, യാ അബൂദർ തഅബ്ബദ് ബില്ലാഹി മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിന്ന്. മനുഷ്യരിലും ജിന്നിലുമുള്ള ശൈത്താനിൽ നിന്ന് താങ്കൾ കാവൽ തേടൂ അബൂദറേ. ഉടനെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു അവലിൽ ഇൻസാനി ശയാത്തീനു, മനുഷ്യന്മാർക്ക് ശൈത്താനുകളുണ്ടോ, മനുഷ്യന്മാരിൽ ശൈത്താന്മാരുണ്ടോ? ഖാല നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഉണ്ട്. ജിന്നുകളിൽ ശൈത്താന്മാരുണ്ട്, മനുഷ്യന്മാരിലും ശൈത്താന്മാരുണ്ട്. ആ ശൈത്താന്മാരിൽ നിന്നുള്ള കാവൽ ചോദിക്കലാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
സഹോദരന്മാരെ, വെറും ഖുർആൻ ഓതുന്ന സമയത്ത് മാത്രം കാവൽ ചോദിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അഊദു ചൊല്ലേണ്ടുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ചുരുക്കം ചില സ്ഥലങ്ങൾ ഞാൻ പ്രത്യേകമായി നിങ്ങളെ എടുത്തു പറയുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന അല്ലാഹുവിനോട് കാവൽ ചോദിക്കൽ പ്രത്യേകം സുന്നത്തുള്ള സ്ഥലങ്ങൾ. അതുപോലെ വേറെ ചില വാചകങ്ങളിൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കൽ പ്രത്യേകം സുന്നത്തുള്ള ചില സ്ഥലങ്ങൾ ഞാൻ നിങ്ങളോട് പലക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സമയം ഏതാണെന്നറിയാമോ? മനുഷ്യന് ദേഷ്യം പിടിക്കുന്ന സമയം. ദേഷ്യം പിടിക്കുന്ന സമയത്ത് ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കൽ പ്രത്യേകം സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാൾക്ക് ദേഷ്യം പിടിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ലഅലമു കലിമത്തൻ ലൗ ഖാലഹാ ലദഹബ മാ യജിദുഹു. എനിക്കൊരു വാചകം അറിയാം, ആ വാചകം അവൻ പറഞ്ഞാൽ അവന്റെ ദേഷ്യം അപ്പോൾ തന്നെ നീങ്ങിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് പറഞ്ഞു കൊടുത്ത വാചകം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദേഷ്യം പിടിക്കുന്ന സമയത്ത്, കോപം ഇളകുന്ന സമയത്ത് അതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത് ശൈത്താനാണ്. ആ ശൈത്താൻ പോകാനുള്ള ദിക്റാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇനി സഹോദരന്മാരെ, അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ഇങ്ങനെയും പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കലുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി സമയത്ത് എഴുന്നേറ്റ്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ അവിടുത്തെ സാധാരണ പതിവാണ് ആദ്യം തന്നെ ദിക്റ് ചൊല്ലും. രാത്രിയിൽ എഴുന്നേറ്റാൽ കബ്ബറ തക്ബീർ ചൊല്ലും, അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലും. പിന്നീട് അവിടുന്ന് പറയും സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. പിന്നീട് 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലും. പിന്നീട് അല്ലാഹു അക്ബർ കബീറ എന്ന് 3 പ്രാവശ്യം ചൊല്ലും. ഇത് ചൊല്ലിയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിനൊരു കാവല് പറയൽ. എപ്പോ? രാത്രി പാതിരാ സമയത്ത് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന അഊദു, ആ അഊദുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ വാചകം അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി. എന്റെ ഉമ്മമാര് മനസ്സിലാക്കി വെച്ചോ, ചെറുപ്പക്കാര് മനസ്സിലാക്കി വെച്ചോ. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, അത് ശൈത്താന്റെ രോഗമാണ്, അത് ശൈത്താൻ കൂടിയതാണ്, ശൈത്താനിന്റെ രോഗമാണ്, ശൈത്താൻ ഇളകിയതാണെന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ചില ആളുകൾ അതിനെ പരിഹസിച്ചേക്കും വിവരമില്ലാത്തതുകൊണ്ട്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാ സമയത്ത് എഴുന്നേറ്റ്, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരക്ക് എഴുന്നേറ്റാൽ ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം, ദിക്ർ ചൊല്ലിയിട്ട് അവിടുന്ന് അല്ലാഹുവിനോട് പറഞ്ഞു അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. നന്നായി അറിയുന്നവനും കേൾക്കുന്നവനും സ്വീകരിക്കുന്നവനുമായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു. മിനശ് ശൈത്വാനിർ റജീം, ദൂരീകരിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന്. മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി. അതേ ശൈത്താനിന്റെ 3 പരിപാടിയുണ്ട്. ശൈത്താനിന്റെ 3 പരിപാടി എന്താണ്? ഒന്ന് ഹമസ്, ഒന്ന് നഫഖ്, ഒന്ന് നഫ്ഖ്. എന്താണ് ആ 3 കാര്യം? അതേ മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നു. അതേ ഹമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനുഷ്യനെ വിഭ്രാന്തിയിലാക്കലാണ്. ശൈത്താൻ കൂടിയിട്ട് പലതും പറയുന്നവരെ കേൾക്കാറില്ലേ?